ജയിലിൽ കിടന്നാൽ മന്ത്രിമാർ അയോഗ്യരാകുന്ന ബില്ലിനെ ചൊല്ലി ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത. സംയുക്ത പാർലമെന്ററി സമിതി ബഹിഷ്കരിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരുന്നു. എന്നാൽ NCP ശരത് പവാർ വിഭാഗം JPCയിൽ ചേരും. സമിതിയുടെ ഭാഗമാകണമെന്നാണ് CPMന്റെയും നിലപാട്. ആദിൽ പാലോട് JPCയിൽ ചേരുന്ന കാര്യത്തിൽ ഇന്ത്യ മുന്നണിയിൽ ഒരു ഭിന്നതയുണ്ടോ? അങ്ങനെയാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലാണ് ഈ രൂപത്തിൽ മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാരൊക്കെ കുറച്ചു സമയം ജയിലിൽ കിടന്നാൽ പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ പേരിൽ ജയിലിൽ കിടക്കുകയാണെങ്കിൽ അവർ അയോഗ്യരാകും സ്വാഭാവികമായി, അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരുന്നത്. അതിനുശേഷം അത് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനുള്ള തീരുമാനവും എടുത്തിരുന്നു. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷത്തിന്റെ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാകും സമിതി രൂപീകരിക്കേണ്ടത്. പക്ഷേ ഇന്ത്യ സഖ്യമാകെ ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, അതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം ചേരേണ്ടതില്ല എന്ന നിലപാട് അപ്പോൾ തന്നെ ബഹിഷ്കരിക്കണമെന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ NCP ശരത് പവാർ വിഭാഗമാകട്ടെ അതിനുള്ളിൽ ചെന്ന് മറുപടി പറയുകയും തിരുത്തുകയും വിമർശിക്കുകയുമായും വേണ്ടത് എന്ന നിലപാടിലേക്ക് എത്തുന്നു. ശരത് പവാർ വിഭാഗം NCP JPCക്കൊപ്പം ചേരാം എന്ന നിലപാടിലേക്ക് എത്തുകയാണ്. ഇന്ത്യ സഖ്യത്തിൽ ഒരു ഭിന്നത വരുന്നു. CPMും ഈ സമാനമായ നിലപാടിലാണുള്ളത്. പക്ഷേ കോൺഗ്രസ് ആകട്ടെ JPCയിൽ ചേരേണ്ടതില്ല എന്ന കർശനമായ നിലപാടിൽ തന്നെ നിൽക്കുന്നു. അങ്ങനെ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ഈ അയോഗ്യരാകുന്ന ബില്ല്, മന്ത്രിമാർ അയോഗ്യരാകുന്ന ബില്ല് സംബന്ധിച്ച് JPCയിൽ ചേരണമോ വേണ്ടയോ, എങ്ങനെയാണ് അതിനെ വിമർശിക്കേണ്ടതെന്ന് സംബന്ധിച്ചുള്ള അഭിപ്രായ ഭിന്നത ഉടലെടുത്തിരിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിൽ. ഓക്കെ, താങ്ക് യു. ആദിൽ പാലോടാണ് നമുക്കൊപ്പം ചേർന്നത്.